പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ, അമ്മാ ബഅദു. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒട്ടനവധി അനുഗ്രഹങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ളത്. ഇങ്ങനെ നാം അനുഭവിച്ചും ആസ്വദിച്ചും കൊണ്ടിരിക്കുന്ന ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച് നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യപ്പെടുമെന്ന് പരിശുദ്ധ ഖുർആൻ 102-ാം അധ്യായം സൂറത്തു തക്കാസുർ 8-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നു. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. നിശ്ചയമായും അന്നത്തെ ദിവസം നിങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന സുഖാനുഗ്രഹങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, ദാഹിക്കുമ്പോൾ നാം കുടിക്കുന്ന വെള്ളത്തെയും വിശക്കുമ്പോൾ നാം കഴിക്കുന്ന ഭക്ഷണത്തെയും കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുമെന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നടന്ന ഒരു സംഭവം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഠിനമായ വിശപ്പ് മൂലം പുറത്തിറങ്ങി. അവിടെ വെച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും അതുപോലെ ഉമർ റളിയല്ലാഹു അൻഹുവിനെയും കാണാനിടയായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഈ അസമയത്ത്, ഈ രാത്രിയിൽ നിങ്ങൾ പുറത്തിറങ്ങാനുള്ള കാരണം എന്താണെന്ന്. കഠിനമായ വിശപ്പാണെന്ന് അവർ അറിയിച്ചു. നിങ്ങളെ എന്താണ് പുറത്തിറക്കിയത്? അതേ കാരണം തന്നെയാണ് എന്നെയും പുറത്തിറക്കിയിട്ടുള്ളത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെയും കൊണ്ട് ഒരു അൻസാരിയുടെ വീട്ടിലേക്ക് പോയി. അവിടെ വെച്ച് ആ അൻസാരി അവർക്ക് കഴിക്കുന്നതിന് ഈത്തപ്പഴവും വെള്ളവും നൽകി. പിന്നെ ഒരാടിനെ അറുത്ത് മാംസം വേവിച്ച് ഭക്ഷണവും നൽകി. ഇതെല്ലാം കഴിച്ച് വെള്ളവും കുടിച്ച് സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി ലതുസ്അലുന്ന അൻ ഹാദൻ നഈമി യൗമൽ ഖിയാമ. എന്റെ നഫ്സ് ആരുടെ കൈകളിലാണോ അവൻ തന്നെയാണ് സത്യം. ഈ അനുഗ്രഹങ്ങളെ കുറിച്ച് നാളെ അള്ളാഹു ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എത്ര അനുഗ്രഹങ്ങളാണ് നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത്. നാം നമ്മുടെ വിവാഹ വേളകളിലും സൽക്കാരങ്ങളിലും അല്ലാത്ത സമയങ്ങളിലും ധാരാളം ഭക്ഷണം ഉണ്ടാക്കുകയും കഴിക്കുകയും ധാരാളം ഭക്ഷണ പദാർത്ഥങ്ങൾ വേസ്റ്റാക്കുകയും ചെയ്തുകൊണ്ടാണ് ജീവിച്ചു പോകുന്നത്. ഇവിടെ നാം ഈ ഖുർആനിക വചനത്തെക്കുറിച്ചും ഈ നബി വചനത്തെക്കുറിച്ചും ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നാം വളരെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുകയും അതിന് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന, അള്ളാഹു ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.